Hi, welcome to another video of Sensor School of Life Sciences. നമ്മൾ ഇന്ന് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫിഷറി റിസോഴ്സസിന്റെ നെക്സ്റ്റ് ഒരു പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നോൺ കോർഡേറ്റ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ. ഇന്ന് നമ്മൾ കോർഡേറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ഫിഷറി റിസോഴ്സസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ കോർഡേറ്റ്സിൽ തന്നെ എന്താണ് നമ്മൾ പിസസിനകത്ത് വരുന്ന ഓസ്റ്റിക്ടൈസിനെയും കോൺട്രക്ടൈസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ കോൺട്രക്ടൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം കാർട്ടിലേജിനസ് ഫിഷസ് ആണ് അല്ലെ. കാർട്ടിലേജിനസ് ഫിഷസ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണത്. അപ്പൊ ഈ കാർട്ടിലേജിനസ് ഫിഷസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കോൺട്രക്ടൈസിനെ രണ്ട് സബ് ക്ലാസ്സസ് ആയിട്ട് എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹോളോസെഫാലിയും എലാസ്മോബ്രാങ്കിയും. അപ്പൊ ഹോളോസെഫാലി എന്ന് പറഞ്ഞ സബ് ക്ലാസ് വരുന്നത് കോൺട്രക്ടൈസിലാണ്. ഇലാസ്മോബ്രാങ്കിയും വരുന്നത് എവിടെയാണ്? കോൺട്രക്ടൈസിലാണ്. ഇതില് ഹോളോസെഫാലിക്കകത്ത് ഒറ്റ ഒരു ഓർഡർ മാത്രമേ വരുന്നുള്ളൂ, അതാണ് കൈമേറിഫോംസ്. നമുക്കറിയാവുന്ന ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്ന കൈമറ എന്ന് പറയുന്ന സ്പീഷീസ് വരുന്നത് എവിടെയാണ്? കൈമേറിഫോംസ് ആണ്. കൈമേറിഫോംസ് എന്ന് പറഞ്ഞാൽ ഓർഡറിലാണ്. അത് ഏത് സബ് ക്ലാസ്സിലാണ്? ഹോളോസെഫാലിയിലാണ്. ഈ കൈമറയുടെ മറ്റു പേരുകളാണ് റാറ്റ് ഫിഷസ്, ഗോസ്റ്റ് ഷാർക്ക്, റാബിറ്റ് ഫിഷസ് എന്നൊക്കെ പറയുന്നത്. ദെൻ സബ് ക്ലാസ് ഇലാസ്മോബ്രാങ്കി. ഈ സബ് ക്ലാസ് ഇലാസ്മോബ്രാങ്കിക്കകത്ത് വരുന്ന കുറെ ഓർഡേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഓർഡർ ഹെറ്ററോഡോണ്ടിഫോംസ്, ലാമിനിഫോംസ്, ഒറക്ടോലോബിഫോംസ്, അങ്ങനെ ഒത്തിരി എന്താണ് ഓർഡേഴ്സ് ഉണ്ട്. അപ്പൊ അതില് കമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഓർഡറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓർഡർ കാർക്കാരിനിഫോംസ്. അപ്പൊ ഈ കാർക്കാരിനിഫോംസ് എന്ന് പറയുന്ന ഈ ഒരു ഓർഡറിനകത്ത് എന്താണ്, നമുക്ക് ജസ്റ്റ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് മാത്രം മതി, കൂടുതലായിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. കമേഴ്ഷ്യൽ ഇമ്പോർട്ടൻറ്റ് ഫിഷസ് ഏത് ഓർഡറിൽ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നതെന്നുള്ളത്. അപ്പൊ ഈ ഒരു കാർക്കാരിനിഫോംസ് എന്ന് പറയുന്ന ഒരു എന്താണ് ഓർഡറിൽ ഫാമിലി കാർക്കാരിനിഡയിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ഷാർക്ക് സ്പീഷീസസ് മെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് എപ്പോഴും ഷാർക്കിന് എക്സാമ്പിൾ പറയുന്നത് ഏതാണ്? സ്കോളിയോഡോൺ ആണ് അല്ലെ. ഈ സ്കോളിയോഡോൺ, അതുപോലെ എന്താണ് നമ്മുടെ ടൈഗർ ഷാർക്ക്, ഗംഗ റിവർ ഷാർക്ക്, ഇതൊക്കെ വരുന്നത് എവിടെയാണ്? ഫാമിലി കാർക്കാരിനിഡയിലാണ്. അപ്പൊ കാർക്കാറൈനസ് ഹെമിയോഡോൺ എന്ന് പറയുന്ന ഷാർക്കിന്റെ എന്താണ് കോമൺ നെയിമാണ് പോണ്ടിച്ചേരി ഷാർക്ക്. ദെൻ ഗാലിയോ സെർഡോക്യുവിയർ എന്ന് പറയുന്ന നമ്മുടെ എന്താണ് കോൺട്രക്ടൈസിനകത്ത് വരുന്ന ഫാമിലി കാർക്കാരിനിഡയിൽ വരുന്ന ആളാണ് ആര്? ടൈഗർ ഷാർക്ക് എന്ന് പറയുന്നത്. ദെൻ ഗംഗ റിവർ ഷാർക്കിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ഗ്ലൈഫിസ് ഗാൻജറ്റിക്കസ് എന്നാണ്. ദെൻ ഈ ഒരു ഓർഡറിൽ തന്നെ മറ്റൊരു ഫാമിലിയും കൂടെ വരുന്നുണ്ട്, അതാണ് ഫാമിലി സ്പൈറിനിഡെ. അപ്പൊ ഈ സ്പൈറിനിഡയിൽ വരുന്ന ആൾക്കാരാണ് നമ്മൾ ഹാമർ ഹെഡഡ് ഷാർക്സ് എന്നാണ് പറയുന്നത്. ഈ ഹാമർ ഹെഡഡ് ഷാർക്കിന്റെ പിക്ചർ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹാമർ ഹെഡഡ് ഷാർക്കിന്റെ പിക്ചർ ഇതായത്. ഓക്കെ, അപ്പൊ ഈ ഹാമർ ഹെഡഡ് ഷാർക്സിന് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാമിലിയാണ് ഫാമിലി സ്പൈറിനിഡെ. യൂസ്പൈറ ബ്ലോച്ചി അല്ലെങ്കിൽ സ്പൈറിന സ്പീഷീസ് ഒക്കെ വരുന്നത് ഈ ഒരു ഫാമിലിയുടെ ഉള്ളിലാണ്. ഇനി അടുത്ത കോൺട്രക്ടൈസിൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന എക്കണോമിക്കലി അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ് ഒറക്ടോലോബിഫോംസ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ കുറച്ച് ഫാമിലീസ് ആയിട്ട് ഇവരെ തിരിച്ചിട്ടുണ്ട്. ഫാമിലി ഹെമിസിലിഡെ, അതുപോലെ സ്റ്റീഗോസ്റ്റോമിഡെ, അതുപോലെ റൈനോ റിംഗോഡോണ്ടിഡെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഹെമിസിലിഡയിൽ വരുന്ന ആൾക്കാരാണ് ലോങ് ടെയിൽഡ് കാർപ്പറ്റ് ഷാർക്സ്. ഇവരുടെ എന്താണ് സയന്റിഫിക് നെയിം നോക്കുകയാണെങ്കിൽ കൈലോസില്ലം ഗ്രീസിയം അല്ലെങ്കിൽ ഗ്രൈസിയം എന്നാണ് പറയുന്നത്. കൈലോസില്ലം ഗ്രൈസിയം ഇത് എന്താണ് ഹെമിസിലിഡയ്ക്ക് അകത്ത് വരുന്ന ഷാർക്കാണ്. അതിന്റെ എന്താണ് കോമൺ നെയിം എന്താണ്? ഗ്രേ ബാംബു ഷാർക്ക് എന്നാണ്. അപ്പൊ ഗ്രേ ബാംബു ഷാർക്ക് ഒക്കെ എവിടെയാ വരുന്നതെന്ന് ചോദിച്ചാൽ ഏത് ഓർഡറിലാണ് വരുന്നത്? ഒറക്ടോലോബിഫോംസിനകത്താണ് വരുന്നത്. ഫാമിലി എന്താണ്? ഹെമിസിലിഡയാണ്. ഓക്കെ, അടുത്ത് ഈ ഒരു ഓർഡറിൽ വരുന്ന മറ്റൊരു ഫാമിലിയാണ് സ്റ്റീഗോസ്റ്റോമിഡെ. അതിലാണ് സീബ്ര ഷാർക്സ് വരുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? സ്റ്റീഗോസ്റ്റോമ ഫാസിയേറ്റം എന്നാണ്. ദെൻ അടുത്തൊരു ഫാമിലിയാണ് റിംഗോഡോണ്ടിഡെ. ഈ റിംഗോഡോണ്ടിഡെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വെയിൽ ഷാർക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഷാർക്കാണ് വെയിൽ ഷാർക്ക്. വെയിൽ ഷാർക്ക് വരുന്ന ഫാമിലി ഏതാണ്? റിംഗോഡോണ്ടിഡെ ആണ്. വെയിൽ ഷാർക്കിന്റെ സയന്റിഫിക് നെയിം എന്താണ്? റിംഗോഡോൺ ടൈപ്പസ് എന്നാണ്.
ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ കോൺട്രാക്ടൈസിനകത്ത് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ട് പഠിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് ഓസ്റ്റിക്ടൈസ് ആണ്. അപ്പൊ ഓസ്റ്റിക്ടൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, അവര് ബോണി ഫിഷസ് ആണ്. അപ്പൊ ഈ ബോണി ഫിഷസിന് BSc പഠിച്ച എല്ലാവർക്കും, അതായത് ഇപ്പം സുവോളജി ആയാലും ഫിഷറീസ് ആയാലും പഠിച്ചവർക്ക് അറിയാം എന്താണ് ഇത്. നമ്മൾ സബ് ക്ലാസ്സസ് ആയിട്ട്, രണ്ട് സബ് ക്ലാസ്സസ് ആയിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ. ലോ ഫിൻഡ് ഫിഷസ് ആയിട്ടുള്ള സാർക്കോപ്റ്റെറിജിയും റേ ഫിൻഡ് ഫിഷസ് ആയിട്ടുള്ള ആക്ടിനോപ്റ്റെറിജി. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ സാർക്കോപ്റ്റെറിജിക്കകത്തും ആക്ടിനോപ്റ്റെറിജിക്കകത്തും വരുന്ന ആൾക്കാരാരെന്ന് നോക്കിയിട്ട് നമുക്ക് എന്താണ് അടുത്ത് ആക്ടിനോപ്റ്റെറിജി, നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഷറി റിസോഴ്സിലേക്ക് പോകുന്നു. അപ്പൊ സാർക്കോപ്റ്റെറിജി എന്ന് പറയുമ്പോൾ ലോഫിൻഡ് ഫിഷസ് ആണ്. അതിനകത്ത് വരുന്ന 3 ഓർഡേഴ്സ് ആണ് സീലക്കാൻഡിഫോംസ്, ലെപ്പിഡോസൈറനിഫോംസ്, അതുപോലെ സെറാറ്റോഡോണ്ടിഫോംസ്. ഓക്കെ, ദെൻ അടുത്ത് ആക്ടിനോപ്റ്റെറിജി, ബാക്കിയൊക്കെ എക്സ്റ്റിങ്ക്ട് ആയി പോയതാണ്. ഓക്കെ, ചില ഇത് ഇപ്പോ നിലവിലുള്ള ലോഫിൻഡ് ഫിഷസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് ആക്ടിനോപ്റ്റെറിജി. ആക്ടിനോപ്റ്റെറിജിക്ക് വരുന്ന ഓർഡേഴ്സ് ആണ് ക്ലൂപ്പിഫോംസ്, ആംഗുലിഫോംസ്, സൈലൂരിഫോംസ്, ഓളോപ്പിഫോംസ്, ദെൻ പേഴ്സിഫോംസ്, പ്ലൂറോനെക്റ്റിഫോംസ്. അതൊക്കെ വരുന്നത് എവിടെയാണ്? ആക്ടിനോപ്റ്റെറിജിയിലാണ്. ഇനി അതില് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ക്ലൂപ്പിഫോംസ്. ഇപ്പൊ ക്ലൂപ്പിഫോംസ് എന്ന ഓർഡറിനകത്താണ് ഒത്തിരി ഫാമിലീസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാമിലിയാണ് ക്ലൂപ്പിഡെ. ഫാമിലി ക്ലൂപ്പിഡേനകത്താണ് നമ്മുടെ സാർഡൈൻ വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഷറി റിസോഴ്സ് ആണ് സാർഡൈൻ അല്ലെങ്കിൽ ഓയിൽ സാർഡൈൻസ് എന്ന് പറയുന്നത്. സയന്റിഫിക് നെയിം എന്താണ്? സാർഡിനെല്ല ലോജിസെപ്സ് എന്നാണ്. ദെൻ മറ്റൊരു ടൈപ്പ് ആണ് സാർഡിനെല്ല ആൽബെല്ല. ദെൻ സാർഡിനെല്ല എസ്കുവാലോസ തൊറാക്കേറ്റ. ആ ഒരു പേര് പെട്ടെന്ന് കിട്ടിയില്ല. അപ്പൊ അതെന്താണ്? വൈറ്റ് ഷാർക്ക് ആണ്, അല്ല വൈറ്റ് സാർഡൈൻ ആണ്. ഓക്കെ, ഇതെല്ലാം ഇവിടെ വരുന്നു ഫാമിലി ക്ലൂപ്പിഡയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഓയിൽ സാർഡൈൻസ് എന്താണ്? സാർഡിനെല്ല ലോജിസിപ്സ് വരുന്ന ഫാമിലി ചോദിച്ചാൽ ക്ലൂപ്പിഡയാണ്, ഓർഡർ ചോദിച്ചാൽ ക്ലൂപ്പിഫോംസ് ആണ്. ഈ ക്ലൂപ്പിഫോംസിനകത്ത് തന്നെ സാർഡൈനിന്റെ ഓർഡറിൽ തന്നെയാണ് മറ്റൊരു ഫാമിലി വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലി നമുക്ക് എന്താണ്? ഫാമിലി എറാങ്കുലിഡെ. അപ്പൊ ഇറാങ്കുലിഡയ്ക്കകത്ത് വരുന്ന ആൾക്കാരാണ് ആങ്കോവീസ്. നമുക്ക് വളരെ എന്താണ് പരിചിതമായിട്ടുള്ള എന്താണ് ആങ്കോവീസ്, നെത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്നൊക്കെ പറയുന്ന മത്സ്യം. അതും എന്താണ് കൊമേഴ്ഷ്യലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ട്യൂണ ഫിഷറിയിലെ ബെയ്റ്റ് ആയിട്ട് ആങ്കോവീസിന് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പം സ്റ്റോളിഫോറസ് എന്നാണ് ആങ്കോവിയുടെ സയന്റിഫിക് നെയിം പറയുന്നത്. അപ്പൊ ഈ ആങ്കോവീസ് ആരുടെ ഓർഡറിനകത്താണ് വരുന്നത്? സാർഡൈന്റെ ഓർഡറിലാണ് വരുന്നത്. ഫാമിലി ഏതാണ്? എൻഗ്രാവുലിഡേ ആണ്. ഓക്കെ, എൻഗ്രാവുലിഡേ. ദെൻ ഫാമിലി ഡിസുമിറിഡേ ഉണ്ട്, അത് ഹെറിങ്സ് ആണ് അതിനകത്ത് വരുന്നത്. ദെൻ കൈറോസെൻഡ്രിഡേ ഉണ്ട്, അതിനകത്ത് വൂൾഫ് ഹെറിങ്സ് ആണ് വരുന്നത്. കൈറോസെൻഡ്രം ടൊറാബ്. ഓക്കെ, ഡിസുമേറിയ അക്യൂട്ടയൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കൊമേഴ്ഷ്യൽ സ്പീഷീസ് ആണ്. ഇതൊക്കെ വരുന്നത് എവിടെയാണ്? ക്ലൂപ്പിഫോംസ് എന്ന് പറയുന്ന ഈ ഒരു ക്ലൂപ്പിഫോംസ് എന്ന് പറയുന്ന ഒരു ഓർഡറിനകത്താണ് ഇതൊക്കെ വരുന്നത്. ദെൻ രണ്ടാമത്തെ ഓർഡർ ആണ് ആംഗുലിഫോംസ്. നമ്മുടെ ഈല് വരുന്നത് ഏതിനകത്താണ്? ആംഗുലിഫോംസിനകത്താണ്. ഇതിൽ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു കോമൺ നെയിമും അത് ഏത് ഫാമിലിയിൽ വരുന്നു എന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്താൽ മതി. ആംഗുലിഡേ എന്ന് പറയുന്ന ഫാമിലിക്കകത്ത് വരുന്നതാണ് ഫ്രഷ് വാട്ടർ ഈൽ. ഫ്രഷ് വാട്ടർ ഈൽ ആണെങ്കിൽ അതിന്റെ ഫാമിലി ഏതാണ്? ആംഗുലിഡേ ആണ്. ദെൻ മൊറേ ഈൽസ് ആണെങ്കിൽ മ്യുറേനിഡേ ആണ്. ദെൻ കോങ്കർ ഈൽസ് ആണെങ്കിൽ കോങ്ക്രിഡേ ആണ്. ഓക്കെ, മോർ ദാൻ 20 ഫാമിലീസ് ഈൽസ് ഉണ്ട്. ഓക്കെ, അതില് അവരുടെ ഓർഡറിന്റെ പേര് ആംഗുലിഫോംസ് ആണ്. ഫ്രഷ് വാട്ടർ ഈൽസ് ആണെങ്കിൽ ആംഗുലിഡേ ഫാമിലിയിൽ വരുന്നു. മൊറേ ഈൽസ് മ്യുറേനിഡയിൽ വരുന്നു. കോങ്കർ ഈൽസ് കോങ്ക്രിഡയിൽ വരുന്നു. ഓക്കെ, അടുത്ത ഓർഡർ ആണ് സൈലൂറിഫോംസ്. സൈലൂറിഫോംസിനകത്ത് വരുന്നത് എന്താണ്? ക്യാറ്റ് ഫിഷസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലാരിഡേ, ക്ലാരിയസ് പെട്രാക്കസ്, ദെൻ ഹെട്രോപ്ന്യൂസ്റ്റിഡേ, ഹെട്രോപ്ന്യൂസ്റ്റിയസ് ഫോസിലിസ്, അതുപോലെ ആരിഡേ, പെങ്കേസിഡേ. ഇതൊക്കെ നമ്മൾ അക്വാകൾച്ചർ ഇമ്പോർട്ടൻസ് ഉള്ള ഫിഷസിൽ പഠിച്ച സമയത്ത് ഡിസ്കസ് ചെയ്ത ഫിഷസ് ആണ്. ഇത് തന്നെയാണ് എന്താണ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫിഷറി റിസോഴ്സിലും വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഒരു പിക്ചേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതൊക്കെ വരുന്നത് എവിടെയാണ്? സൈലൂറിഫോംസിലാണ്. നെക്സ്റ്റ് ഓർഡർ ആണ് ഓളോപ്പിഫോംസ്. ഓളോപ്പിഫോംസിനകത്ത് വരുന്നതാണ് നമ്മുടെ ബോംബെ ഡേ.
ബോംബെ ഡക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഷറി റിസോഴ്സ് ആണ്. ഹാർപോഡൻ നെഹറിയസ് എന്നാണ് അതിന്റെ ഒരു സയന്റിഫിക് നെയിം വരുന്നത്. ദെൻ സോറിഡ തുമ്പിൽ, അതെന്താണ് ലിസാർഡ് ഫിഷ്. ഇതും വരുന്നത് എവിടെയാണ്? ഓളോപിഫോംസിനകത്താണ്. ഓളോപിഫോംസിനകത്ത് ഏത് ഫാമിലിയാണ്? സൈനോഡോണ്ടിഡെ എന്ന് പറയുന്ന ഫാമിലിക്കകത്താണ് നമ്മുടെ ടിപ്പിക്കൽ ലിസാർഡ് ഫിഷും ബോംബെ ഡക്ക് എന്ന് പറയുന്ന ഹാർപോഡൻ നെഹറിയസ് എന്ന് പറഞ്ഞ ഫിഷും വരുന്നത്. ഓക്കെ. ദെൻ ഈ ഹാർപോഡൻ ബോംബെ ഡക്ക് എന്ന് പറയുന്നൊരു സിംഗിൾ സ്പീഷീസ് ഫിഷറി റിസോഴ്സസ് ആണ് ഇത്. ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ. ദെൻ ഓർഡർ പെർസിഫോംസ്. പെർച്ചസ് വരുന്ന, പെർച്ച് ലൈക്ക് ആയിട്ടുള്ള ഫിഷസ് വരുന്ന ഓർഡർ ആണ് പെർസിഫോംസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഗ്രൂപ്പർ അതുപോലെ സ്നാപ്പർ ഒക്കെ വരുന്നത് എന്തിനകത്താണ്? പെർസിഫോമിനകത്താണ്. ഓക്കെ. ദെൻ സെറാനിഡെ, ലാറ്റിഡെ, അതുപോലെ ജെറൈഡെ, ലാക്ടേറിഡെ പോലുള്ള ഫാമിലീസ് ഒക്കെ വരുന്നത് ഈ ഒരു ഓർഡർ ആയിട്ടുള്ള പെർസിഫോമിനകത്താണ്. എപ്പിനെഫലസ് എന്ന് പറയുന്ന ഗ്രൂപ്പർ സ്പീഷീസ്, ലാറ്റസ് കാൽക്കേരിഫർ, നമുക്കറിയാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്വാകൾച്ചർ സ്പീഷീസും കൂടെയാണ് സീബാസ്, കാളാഞ്ചി നമ്മൾ പറയുന്ന മത്സ്യം, സീബാസ്. ഇത് ഏഷ്യൻ സീബാസ് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. അതാണ് ലാറ്റസ് കാൽക്കേരിഫർ. ദെൻ ലാക്ടേറിയസ് വൈറ്റ് ഫിഷ്. ദെൻ ജെറസ് ഫിലമെന്റോസസ്, സിൽവർ ബിഡീസ്. അപ്പൊ സിൽവർ ബിഡീസ് എന്ന് പറയുന്ന ആൾക്കാർ ഏത് ഓർഡറിനകത്താണ് വരുന്നത്? പെർസിഫോംസിലാണ് വരുന്നത്. പെർച്ച് ലൈക്ക് പെർസിഫോംസ്. ദെൻ സ്കോംബറിഡെ എന്ന് പറയുന്ന ഫിഷ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാന്നുള്ള നമ്മുടെ സീർ ഫിഷ്, അതായത് കിങ് ഫിഷ് എന്നൊക്കെ പറയല്ലേ. എന്താണ് നെയ്മീൻ എന്ന് പറയുന്ന മത്സ്യം. അതേതാണ്? ഈ സ്കോംബ്രോമോറസ് അല്ലെങ്കിൽ സ്കോംബ്രിഡെ എന്ന് പറയുന്ന ഫാമിലിക്കകത്ത്, സ്കോംബ്രിഡെ എന്ന് പറയുന്ന ഫാമിലിക്കകത്ത്, യെസ്. ഏത് ഓർഡറിലാണ്? പെർസിഫോംസിനകത്ത് സ്കോംബ്രിഡെ എന്ന് പറയുന്ന ഫാമിലിക്കകത്ത് വരുന്ന ആൾക്കാരാണ് സ്കോംബ്രോമോറസ് ഗട്ടേറ്റസ്. അതാണ് നമ്മുടെ സ്പോട്ടഡ് സീർ ഫിഷ്, നെയ്മീൻ എന്ന് പറയുന്ന മത്സ്യം. ദെൻ റാസ്ട്രലിജർ കനകർട്ട. ഈ റാസ്ട്രലിജർ കനകർട്ടയാണ് നമ്മുടെ അയില, ഇന്ത്യൻ മാക്കറൽ. ഓക്കെ. ദെൻ കാറ്റ്സുബോണസ് പെലാമിസ്, അത് നമ്മുടെ ട്യൂണ ഫിഷ്. ഓക്കെ. തുന്നസ് ആൽബക്കേസ്, യെല്ലോഫിൻ ട്യൂണ. ഇതെല്ലാം വരുന്നത് ഏത് ഫാമിലിയിലാണ്? സ്കോംബറിഡെ എന്ന് പറയുന്ന ഫാമിലിക്കകത്താണ് വരുന്നത്. ഓക്കെ. ഓർഡർ ഏതാണ്? പെർസിഫോം. ദെൻ കരാഞ്ചിഡെ എന്ന് പറയുന്ന ഫാമിലിയിലാണ് എന്ത് വരുന്നത്? പൊമ്പാനോസ് വരുന്നത്. പൊമ്പാനോസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? ഫിഷറി റിസോഴ്സസ് ആണ്. ദെൻ പോംഫ്രെറ്റ്. ഐ തിങ്ക് ആവോലി ആണെന്ന് തോന്നുന്നു പോംഫ്രെറ്റ്. കറക്റ്റ് മലയാളം മറന്നുപോയി. അപ്പം അതും വരുന്നത് എവിടെയാണ്? ഈ കരാഞ്ചിഡെ എന്ന് പറയുന്ന ഫാമിലിയിലാണ് അതും വരുന്നത്. ദെൻ ഇനി അടുത്ത് നമ്മൾ കുറച്ച് എന്താണ് മറ്റുള്ള ഫാമിലിയിൽ വരുന്ന ഫിഷസ് ലൈക്ക് പ്രിയാകാന്തസ് സ്പീഷീസ്. അതായത് ഇതിന്റെ കണ്ണ് വളരെ വലിപ്പമുള്ളതായിരിക്കും. അതിന് ഉണ്ണിമേരി എന്ന് പറയുന്ന ഫിഷ് അതാണ്. അതിന്റെ കണ്ണ് നല്ല വലിപ്പമുള്ള കണ്ണുള്ള മീനുകളാണ്. അതിന് പ്രിയാകാന്തിഡെ എന്ന് പറഞ്ഞ സ്പീഷീസിലാണ് ഫാമിലിയിലാണ് വരുന്നത്. പ്രിയാകാന്ത സ്പീഷീസ് എന്നാണ് പറയുന്നത്. ദെൻ പോണി ഫിഷസ്, സിൽവർ ബെല്ലീസ് ഒക്കെ എന്തിനകത്താണ് വരുന്നത്? ലിയോനാത്തിഡയിലാണ് വരുന്നത്. ദെൻ ലുഡ്ജാനിഡയിൽ വരുന്നതാണ് സ്നാപ്പേഴ്സ്. അപ്പൊ സ്നാപ്പേഴ്സ് വരുന്നത് എവിടെയാണ്? ലുഡ്ജാനിഡയിലാണ്. നേരത്തെ നമ്മൾ ഗ്രൂപ്പർ ആണ് കണ്ടത് കേട്ടോ. പെർച്ചസ് നമ്മൾ പറഞ്ഞില്ലേ? പെർസിഫോംസിലെ പെർച്ചസ് പറഞ്ഞപ്പോ ഗ്രൂപ്പർ പറഞ്ഞു, എപ്പിനെഫലസ്. ഓക്കെ. ഈ ഒരു ഇതിനകത്ത് പെർച്ചസ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? സ്നാപ്പേഴ്സ് വരുന്നുണ്ടെന്ന്. അപ്പൊ സ്നാപ്പേഴ്സ് വരുന്ന ഫാമിലി ഏതാണ്? ലുഡ്ജാനിഡയാണ്. ദെൻ നെമീപ്റ്റെറിഡെ എല്ലാവർക്കും എന്താണ് കേട്ട് പരിചയമുള്ള ഫിഷ് ആയിരിക്കും. കിളിമീൻ എന്നൊക്കെ പറയും. അപ്പം അതിന് എന്താണ്? കിളിമീൻ, നെമീപ്റ്റെറസ് ജാപ്പോണിക്കസ് എന്ന് പറയുന്ന മത്സ്യമാണിത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഷറി റിസോഴ്സ് ആണ്. ഓക്കെ. ദെൻ സിയാനിഡയിൽ വരുന്നതാണ് ജൂ ഫിഷസ്, ക്രോക്കേഴ്സ് ഒക്കെ വരുന്നത്. ദെൻ സില്ലാഞ്ചിഡെ, വൈറ്റിംഗ്, സില്ലാഗോസ് വരുന്നതാണ് സില്ലാഞ്ചിഡെ എന്ന് പറയുന്ന സ്പീഷീസ്. ദെൻ ബറാക്കുഡാസ് വരുന്നത് ഏതാണ്? സ്പൈറിനിഡെ എന്ന് പറയുന്ന ഫാമിലിയിലാണ്. സ്പൈറീന സ്പീഷീസ് ആണ് ബറാക്കുഡാസ്. അപ്പൊ ബറാക്കുഡാസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഷറി റിസോഴ്സസ് ആണ്. ദെൻ റിബൺ ഫിഷ്,
അത് വരുന്നത് എവിടെയാണ്? ട്രൈക്യൂറിഡേ എന്ന് പറയുന്ന ഫാമിലിയിലാണ് റിബൺ ഫിഷസ് വരുന്നത്. ദെൻ സ്ട്രോമാറ്റിഡയിലാണ് പോംഫ്രെറ്റ്സ് വരുന്നത്. പോംഫ്രെറ്റ്സ് വരുന്നത് എവിടെയാണ്? സ്ട്രോമാറ്റിഡയിലാണ്. പോളിനെമിഡയിലാണ് ത്രെഡ് ഫിൻസ് വരുന്നത്. പോളിനിമസ്, പെരാഡിസിയസ് എന്നൊക്കെ പറയുന്ന ത്രെഡ് ഫിൻസ് വരുന്നത്. നമ്മൾ ഈ തിരിച്ച് സവാള എന്ന് പറയുന്ന ഈ ഫിഷ് വളരെ കോമൺ ആയിട്ട് നമ്മൾ എന്താണ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമൺ ആയിട്ട് നമ്മൾ കഴിക്കുന്ന മത്സ്യമാണ് തിരിച്ച് സവാള അല്ലെ. ഇതും വരുന്നത് എന്താണ്? ഈ ഒരു ഒരു പേഴ്സിഫോംസ് എന്ന് പറയുന്ന ഓർഡറിലാണ്. ദെൻ ഓർഡർ പ്ലൂറോനെക്റ്റിഫോംസ്. പ്ലൂറോനെക്റ്റിഫോംസ് എന്ന് പറഞ്ഞ ഒരു എന്താണ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒരു അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിഷസ് ആണ്. ഇവർക്ക് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആണ് കാണാൻ. ഫ്ലാറ്റ് ഫിഷസ് എന്നാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഫിഷസിനെ പറയുന്നത്. ഇവര് എന്താണ് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഫിഷസ് ആണ്. അതുപോലെ എന്താണ് ഇവരുടെ രണ്ട് കണ്ണുകളും ബോത്ത് ഐസ് ആർ പ്രസന്റ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ബോഡി. രണ്ട് കണ്ണും ഒരേ ബോഡിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ, ഒന്നുകിൽ ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ റൈറ്റ് ഐ ഫ്ലോണ്ടേഴ്സ്, ലെഫ്റ്റ് ഐ ഫ്ലോണ്ടേഴ്സ് എന്നൊക്കെ തന്നിട്ടുള്ളത്. സെറ്റോഡിഡെ പ്ലൂറോനെക്റ്റിഫോമിനകത്ത് വരുന്ന എന്താണ് ഫാമിലീസ് ആണ് സെറ്റോഡിഡെ. സെറ്റോഡിഡയ്ക്കകത്ത് വരുന്നതാണ് സ്പൈനി ടർബോട്സ്. അതിന് സെറ്റോഡസ് എരുമ എന്ന് പറയും. ദെൻ പ്ലൂറോനെക്റ്റിഡെ എന്താണ് റൈറ്റ് ഐ ഫ്ലോണ്ടസ്. ഇവരുടെ ഐ എവിടെയായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും. ദെൻ ബോത്തിഡെ, അതുപോലെ സോളിഡെ ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. സൈനോഗ്ലോസിസ് ഒക്കെ മാന്തൽ എന്ന് പറയുന്ന മത്സ്യം. അപ്പൊ ഇതൊക്കെ എന്താണ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ് ഫിഷസ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ എക്കൈനോഡെർമേറ്റ പറഞ്ഞപ്പോ പറഞ്ഞൊരു ഇതാണ് സീ കുക്കമ്പേഴ്സ് അല്ലെ. സീ കുക്കമ്പേഴ്സിന്റെ എന്താണ് അവരെ നമ്മള് പ്രോസസ് ചെയ്ത് അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്താ ബെച്ചേഡീമർ എന്ന് പറയുന്നത്. അതിനെ ട്രെപ്പാങ് എന്നും പറയും. എന്താണ് സീ കുക്കമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നു? ബോയിൽ ചെയ്ത് ഡ്രൈ ചെയ്ത് സ്മോക്ക് ചെയ്തെടുക്കുന്നു. ഓക്കെ, എന്തിനാണ്? സൂപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളെ കമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഷ് സ്പീഷീസ്. അപ്പൊ ജസ്റ്റ് ഓരോന്നും അതിന്റെ സയന്റിഫിക് നെയിമും ഏത് ഓർഡറിൽ വരുന്നു, അതിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് കാണുക. ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. Till then